ഹലോ, ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആട്ടോ. ഞാൻ ഈ സാരി കൊടുത്തത് മുടി വടി പോലെയൊക്കെ ഇട്ട് ഫ്രണ്ടിൽ വടി അത്ര ഇല്ല, എന്നാലും കുറച്ച് വടി പോലെയൊക്കെ ഇട്ടിട്ട് ഞാനൊരു സ്ഥലം വരെ പോവാണ്. എൻ്റെ മോള് സ്കൂളിൽ PTA മീറ്റിംഗ് ആട്ടോ. അത് മാത്രമല്ല, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനും കൂടിയാണെന്ന്. ഡിസംബർ 18 ഇന്ന് അവർക്ക് ക്ലാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം 5-ാം തീയതി ആട്ടോ റീ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ PTA മീറ്റിങ്ങിന് പോവാണ്. ആദ്യമായി ഞാൻ എൻ്റെ മോളുടെ സ്കൂളിൽ ഒരു PTA മീറ്റിങ്ങിനൊക്കെ പോകുന്നു. അയ്യോ, ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, കാരണം എപ്പോഴും എൻ്റെ അച്ഛനമ്മയൊക്കെയാണ് നമ്മുടെ PTA മീറ്റിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വരാറ്. അപ്പോൾ ഇന്നതേ ഞാൻ എൻ്റെ മോളുടെ സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോകുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ടാണോ സാരി എടുത്തേക്കണം നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ മോള് കുറച്ച് ദിവസം മുമ്പ് എന്നോട് ആഗ്രഹം പറഞ്ഞു. ആഗ്രഹം എന്താണെന്ന് കേൾക്കണം. ഒന്ന് നിങ്ങൾ കണ്ടോ ആഗ്രഹം എങ്ങനെ ഒരു കണ്ടേന്. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറ, മനസ്സിലായില്ല? വടി പോലെ മുടിയുണ്ടോ? പിന്നെ വടി പോലെ ഒരുങ്ങിട്ട് വരാട്ടെ മുടി. സാരി കൊടുക്കണ്ടല്ലോ. എന്താ നിങ്ങൾ തിരിഞ്ഞ് മനസ്സിലാവില്ല? സാരി ഉടുക്കണം. ഓക്കെ. അപ്പൊ കേട്ടില്ല, ആഗ്രഹം ഇതൊക്കെയാണ് ആഗ്രഹം. അവള് ഒരു ദിവസം മാതിരി വീഡിയോ കണ്ടപ്പോൾ ആളെന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വീഡിയോ കൊടുത്തത് അവൾക്ക് സൂക്ഷിച്ച് വെച്ചു. അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നത് എന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്നു. അപ്പോൾ ഇന്നൊരു ചാൻസ് കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ചു, PTA മീറ്റിംഗ് ഒക്കെ അല്ലേ, സാരി കൊടുത്ത് കുറച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഈ കാര്യം ഒന്നും പറഞ്ഞത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു, ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ഞെട്ടോലൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി പോട്ടെ. ഇനിയിപ്പോൾ അവൾ PTA മീറ്റിംഗ് കഴിഞ്ഞ് അവളെ എന്നെ കണ്ട അവൾ ഞെട്ടോന്നൊക്കെ ഇപ്പം കാണാം കേട്ടോ വീഡിയോയിൽ. ഇനി അങ്ങനെ സ്കൂളെത്തി കഴിഞ്ഞ് ലക്കിനെ കണ്ടപ്പോൾ ലക്കിക്ക് വലിയ എക്സ്പ്രഷൻ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ആൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാണിച്ച് തന്നെ ഭയങ്കര സന്തോഷത്തിൽ ആളെ ക്ലാസ്സിലോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഞങ്ങൾ തന്നെ ആൻസർ പേപ്പറൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവൾ ഉദ്ദേശിച്ച ലുക്കൊക്കെ ഏറെക്കുറെ ശരിയായി, പക്ഷേ സാരി മാച്ചായില്ലെന്ന്. അവൾ ഉദ്ദേശിച്ച സാരിയല്ല ഞാൻ ഉടുത്തേന്ന്. ഞാനത് കെട്ടിപ്പിടിച്ചാ അതെ എന്തേ നീ കണ്ടില്ല ഞാൻ സാരി എടുത്തേ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ സാരി എടുത്തേ? നീ പറഞ്ഞിട്ടാണോ ഞാൻ സാരി എടുത്തേ? ആണോ ആണോ? തെളിവുണ്ട്. എനിക്ക് എവിടെ സാരി നീ പറഞ്ഞ സാരി എന്തിരിക്കുക? ഉള്ള സാരി എടുത്ത് ഞാൻ പറഞ്ഞില്ലേ? മുടി വടി പോലെ ഇട്ട് വന്നു. എനിക്കത്